നമ്മുടെ കരിയർ ബിൽഡ് ചെയ്തത് നമ്മുടെ സമൂഹത്തിൽ പലരും ചുറ്റും നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകാതിരുന്ന ഒരു കാര്യമുണ്ട്. ആൾക്കാർക്ക് രോഗങ്ങൾ വരാൻ എന്തെങ്കിലും മഴ വരുമ്പോഴോ വെയിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാധ വരുമ്പോഴോ അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ആൾക്കാർക്ക് രോഗം വരുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഡോക്ടർമാര് ഈ ഇഡിയോപ്പതിക് റീസൺസ് എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ വരും. പ്രത്യേകിച്ച് ഒരു കാരണം പറയാനില്ല, പക്ഷെ അസുഖങ്ങൾ വരുന്നു എന്നുള്ള ഒരു വിഷയം പലപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട്. റൈറ്റ് സാർ, റെക്കോർഡ് ചെയ്യണോ ഇത്? ഷായി സർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ടോ സാർ? ഓക്കെ. നമ്മുടെ അറിവിൽപ്പെടാത്ത കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ, അതിന് പലപ്പോഴും ഒരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അതിന് പ്രോപ്പർലി ഒരു ഫലം കിട്ടുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. ഇത് ഓരോ കഴിയുന്നോറും ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് വരുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിന്റെ റീസൺസ് അന്വേഷിച്ച് ചെന്നപ്പോൾ പല കാരണങ്ങളുണ്ട്, ജനറ്റിക് ആയിട്ട് കാരണങ്ങളുണ്ട്, മറ്റു പല കാരണങ്ങളുണ്ടെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതിരുന്ന ഒരു കാര്യം നമ്മുടെ കഴിക്കുന്ന ആഹാരത്തിൽ കൂടെയും ശ്വസിക്കുന്ന വായുവിൽ കൂടെയും കുടിക്കുന്ന വെള്ളത്തിൽ കൂടെയും ഒക്കെ, പിന്നെ നമുക്ക് നമ്മുടെ സ്ട്രെസ് പോലുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാകുന്ന ടോക്സിസിറ്റി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, ശരീരം സ്വയം നിർമ്മിക്കുന്ന സഭി കേൾക്കാമല്ലോ? കേൾക്കാം സാറേ. ഓക്കെ, കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കാം. ഓക്കെ, അപ്പൊ രോഗാണുക്കള്, കാലാവസ്ഥയിൽ വരുന്ന വ്യത്യാസം, ഇതുപോലുള്ള പല കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അജ്ഞാതമായ പല കാര്യങ്ങളും അതിനകത്തുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ ആഹാരത്തിൽ കൂടെയും ശ്വസിക്കുന്ന വായുവിൽ കൂടെയും പിന്നെ സമ്മർദ്ദങ്ങളിൽ കൂടെയൊക്കെ നമുക്കുണ്ടാകുന്ന വിഷാംശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ടോക്സിൻസ്, ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ടോക്സിൻസ് ശരീരത്ത് അത് ഉണ്ടാകുകയും അത് അവിടെ നിന്ന് എക്സ്പെൽ ചെയ്യാതെ ശരീരത്തെ അടിഞ്ഞു കൂടുകയും ചെയ്യുമ്പോൾ വാസ്തവത്തില് ഒരുപാട് ഗൗരവമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അകാല വാർദ്ധക്യവും അകാലങ്ങളിൽ ഉണ്ടാകുന്ന സീരിയസ് ആയിട്ടുള്ള ഗൗരവപൂർണമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളടക്കം പലതും ഉണ്ടാവാറുണ്ട്. നമ്മൾ ആ ഒരു വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ടോക്സിൻസിനെ കുറിച്ചും ശരീരത്തിൽ അതെങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെ നമുക്ക് ആ ടോക്സിൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഓക്കെ, അതിന് നമ്മുടെ ഏതൊക്കെ സപ്ലിമെന്റ്സ് ആണ് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ള കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വിഷയം. അതില് ഭാഗ്യവശാൽ നമുക്കിന്ന് ആ ഒരു സെഷൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ സവിത മാമാണ്. സവിത മാം നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല വെൽനസ് എക്സ്പേർട്സിൽ ഒരാളാണ്. സവിത മാമിനെ സുതിമാഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അവരേതെങ്കിലും ഒരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് വളരെ വിശദമായി, വളരെ ആധികാരികമായി, ആഴത്തിൽ ഉള്ള അറിവ് നമുക്ക് എപ്പോഴും പകർന്നു തരുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. സവിത മാം, വെൽക്കം. താങ്ക് യു സർ. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ദിവസത്തിന്റെ അവസാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവസാനിക്കുന്ന സമയം കൂടി നമുക്ക് ഗുണപ്രദമാകുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ഇവിടെ ലഭിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഇതിന് എനിക്കൊരു അവസരം തന്ന വിന്നിംഗ് ടീം ലീഡേഴ്സിന് ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ ഇങ്ങനെയൊരു കൂടിച്ചേരൽ ഒരുക്കിയ ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം നമ്മൾക്ക് ഇപ്പൊ സാറ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയില് നമ്മുടെ ശരീരത്തിലേക്ക് ടോക്സിൻസ് വരുന്നുണ്ടെന്ന് സാറ് പറഞ്ഞു കഴിഞ്ഞു. അതായത് പലപ്പോഴും വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും വായുവിലൂടെയും ഈവൻ എന്തിന് നമ്മുടെ ഡ്രസ്സിലൂടെ പോലും, നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൽ കൂടി പോലും നമ്മുടെ ശരീരത്തിലേക്ക് ടോക്സിൻസ് കടന്നു ചെല്ലുന്നുണ്ട്.
അപ്പൊ നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഭക്ഷണവും വെള്ളവും വസ്ത്രവും വായുവും ഒക്കെ തന്നെയാണ്. അപ്പോ നമ്മളിലെ ഈ വെള്ളത്തിലൂടെയും വസ്ത്രത്തിലൂടെയും അതേപോലെ ഭക്ഷണത്തിലൂടെയും വായുവിലൂടെയൊക്കെ എത്തുന്ന ഈ ടോക്സിൻസ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ശരീരത്തിൽ പല രീതിയിൽ കടന്നുകൂടുന്ന ഈ വിഷങ്ങളെ പുറന്തള്ളി സാധാരണ നിലയിൽ ശരീരത്തിന് നിലനിർത്തുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ഡീടോക്സിഫിക്കേഷൻ അല്ലെങ്കിൽ വിഷവിമുക്തമാക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ അവയവങ്ങൾ സദാ ജാഗരൂകരായിട്ട് ഇരിക്കുന്നുണ്ട്. അതിന് നമ്മളെ സഹായിക്കുന്നത് കരളും വൃക്കയും ത്വക്കും ശ്വാസകോശവും അതേപോലെ വൻകുടല് അങ്ങനെ പല അവയവങ്ങളിലൂടെയാണ് നമ്മുടെ ശരീരം സ്വാഭാവികമായിട്ട് ഈ ഡീടോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഈ ടോക്സിൻസ് എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അതിന് പല വിഷാംശത്തിന്റെ സാന്നിധ്യം പല ലക്ഷണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് പലപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അമിതമായ ക്ഷീണം. എനിക്ക് എപ്പോഴും ക്ഷീണമാണ്, എന്ത് കഴിച്ചാലും എത്ര ഉറങ്ങിയാലും എനിക്ക് ക്ഷീണമാണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അമിതമായ ക്ഷീണം, അതേപോലെ സ്ഥിരമായിട്ടുള്ള ജോയിന്റ് ആൻഡ് മസിൽ പെയിൻ, പിന്നെ സൈനസൈറ്റിസ്, തലവേദന, വയറ് വീർക്കല്, മലബന്ധം, വയറിളക്കം, അതേപോലെ നമ്മുടെ നെഞ്ചരിച്ചല്, പിന്നെ ശരിക്കുള്ള ഒരു ഉറക്കം കിട്ടാത്ത ഒരവസ്ഥ, ശ്രദ്ധക്കുറവ്, അതേപോലെ അമിതമായിട്ടുള്ള വിശപ്പ്, അതേപോലെ കോശങ്ങളിൽ അമിതമായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന, അതായത് നമ്മുടെ ഒബിസിറ്റിയുടെ ഒരു ലക്ഷണമാണ് കൂടുതൽ നീർക്കെട്ടുള്ള ശരീരം ഉണ്ടായിരിക്കുക. അതൊക്കെ ഈ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ടോക്സിൻസ് അടിഞ്ഞു കൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കാനായിട്ട് ശരീരം നമ്മളെ കാണിച്ചു തരുന്ന ചില ലക്ഷണങ്ങളാണ്. അതിന്റെ ഒപ്പം ചിലവർക്കാണെങ്കിൽ അത് വെയിറ്റ് ലോസ്, വല്ലാതെ ശരീരത്തിന്റെ ഭാരം കുറഞ്ഞു പോവുക, പിന്നെ റാഷസ്, ആക്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അത് പിമ്പിൾസ് ഒക്കെ അധികമായിട്ട് കാണാം, എക്സിമ അതായത് ചർമ്മം വല്ലാതെ വരണ്ട് ചൊറിച്ചില് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക. അതേപോലെ നമ്മുടെ കണ്ണുകൾ നോക്കിയാൽ ചിലരുടെ കണ്ണുകളിൽ ഡാർക്ക് അണ്ടർ ഐ നന്നായിട്ട് വീർത്തിരിക്കുന്നുണ്ടാവും, ഡാർക്ക് സർക്കിൾ ഉണ്ടായിരിക്കും, അങ്ങനെയുള്ളത്. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം, അതായത് ഏകദേശം ഒരു പീരിയഡിന്റെ സമയത്തിന് മുന്നേ തന്നെ ചിലർക്ക് വയറുവേദനയും പ്രശ്നങ്ങളും ഒക്കെ കാണുക. അതേപോലെ മറ്റ് ചില മെൻസ്ട്രൽ ഡിസോർഡേഴ്സ് ഉണ്ടാവുക, വായനാറ്റം തുടങ്ങിയ കാര്യങ്ങളിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ടോക്സിൻ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ഒന്ന് സ്ലൈഡ് ഷെയർ ചെയ്യാൻ ശ്രമിക്കട്ടെ. ഓക്കെ, അപ്പൊ ഈ ലക്ഷണങ്ങള് നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളിലേക്ക് എത്തും. പ്രകൃതിദത്തമായ രീതിയിൽ നല്ല ഭക്ഷണവും ഉറക്കവും ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതോടൊപ്പം ധാരാളം വെള്ളം കുടിക്കുകയും ഉപ്പും പഞ്ചസാരയൊക്കെ പരമാവധി കുറയ്ക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ടോക്സിൻസിനെ റിമൂവ് ചെയ്യാനായിട്ട് കഴിയും. അതോടൊപ്പം നമ്മുടെ ശരീരത്തിലേക്ക് ടോക്സിൻസ് എത്തുന്നത് കുറയ്ക്കാനും നമുക്ക് സാധിക്കും. പക്ഷേ ഇന്നത്തെ സാഹചര്യം നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയുള്ളതാണ്, വെള്ളം എങ്ങനെയുള്ളതാണ്, ശ്വസിക്കുന്ന വായു എങ്ങനെയുള്ളതാണ് നമുക്ക് എല്ലാവർക്കും
അറിയുന്നൊരു കാര്യമാണ്. അതായത് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും വിഷവസ്തുക്കളെ ഒഴിവാക്കുന്നതിന് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഈ നമ്മുടെ ശരീരത്തിൽ നിന്ന് ടോക്സിൻസിനെ ഒഴിവാക്കുന്നതിന് നമ്മൾ തീർച്ചയായും സപ്ലിമെന്റേഷൻ എന്നുള്ള കാര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വെസ്റ്റീജിയൻസ് ആയി നമ്മൾ ഓരോരുത്തരും വളരെയധികം ഭാഗ്യവാന്മാരാണ്. കാരണം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ലോകോത്തര നിലവാരത്തിലുള്ള ഫുഡ്സ് സപ്ലിമെന്റുകൾ നൽകുന്ന നമ്മുടെ വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് നമുക്ക് ഡീടോക്സിഫിക്കേഷൻ എന്നുള്ള ഒരു കാറ്റഗറി തന്നെ 5 പ്രൊഡക്റ്റുകൾ നമുക്ക് തരുന്നുണ്ട്. ഈ പ്രൊഡക്റ്റുകൾ ഓരോന്നും എത്രയോ അതിന്റെ മൂല്യം നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്ത രീതിയിൽ അത്രയും മികച്ച പ്രൊഡക്റ്റുകളാണ് എല്ലാം തന്നെ ഉള്ളത്. ഭാരതത്തിന്റെ അഭിമാനമായിട്ടുള്ള ആയുർവേദത്തിൽ പറയുന്നത് ഏത് രോഗത്തിനാണ് ചികിത്സിക്കണമെങ്കിലും ഏത് രോഗമായിക്കോട്ടെ അത് ചികിത്സിക്കുന്നതിന് മുൻപ് തന്നെ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് നൽകുന്നതിന് മുമ്പ് വിഷങ്ങളെ ശരീരത്തിന് അത് തന്നെ നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ ആ ആയുർവേദത്തിൽ ട്രീറ്റ്മെന്റ് തുടങ്ങാറുള്ളൂ. അതിനാണ് ആദ്യം വിരേചനം എന്ന് പറയുന്ന സംഗതി അല്ലെങ്കിൽ കഷായമൊക്കെ കൊടുത്തിട്ട് വയറ് ക്ലീൻ ആക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ആയുർവേദത്തിൽ ഉണ്ട്. അപ്പോ മരുന്ന് ആദ്യം നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗം വരാനുള്ള മൂല കാരണം അവിടെ തന്നെ നിൽക്കുകയാണ്. ആ താൽക്കാലികമായിട്ട് ഒരു പക്ഷെ ആ മരുന്ന് കഴിക്കുമ്പോൾ ഒരാശ്വാസം ഉണ്ടായേക്കാം. പക്ഷെ പിന്നീട് ആ അസുഖം വരാനുള്ള കാരണം അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും ആ രോഗം ആവർത്തിച്ച് വരുന്നതിനുള്ളൊരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മൾ ഡീടോക്സിഫിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ മരുന്ന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് നൽകുന്നതുകൊണ്ട് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അവിടെ കിട്ടുന്നുള്ളൂ ഒരു രോഗത്തിന്. ശരീരം വിഷമുക്തമായി കഴിഞ്ഞാൽ മാത്രമേ ഏത് ന്യൂട്രിയന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് പോഷകാംശമാണെങ്കിലും അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വിഷങ്ങളെ നീക്കം ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ ആദ്യം ഈ ഡീടോക്സിഫൈ ചെയ്ത് നമ്മുടെ ശരീരത്തിനെ ശുദ്ധിയാക്കി കഴിഞ്ഞ് നമ്മൾ ന്യൂട്രിയൻസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അബ്സോർബ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് കൊടുത്ത് ആ ശരീരത്തിലേക്ക് പോഷകാംശങ്ങൾ ചെന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ശരിയായ രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ഒരു ഫിറ്റ് ആയിട്ട് സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് നമ്മുടെ ശരീരത്തിൻ്റെതായ ഒരു ഷേപ്പ് കാത്തു സൂക്ഷിക്കുന്നതിനും സാധിക്കുന്നു. അത് വെയിറ്റ് മാനേജ്മെന്റുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നീട് ഈ ശരീരത്തിന്റെ ഫിറ്റ്നസ് റെഡിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓർഗൻ സിസ്റ്റത്തിനെ കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യം വരില്ല. കാരണം ഇത്രയും പ്രോസസ്സിലൂടെ അതായത് ഡീടോക്സിഫിക്കേഷൻ, ന്യൂട്രീഷൻ, അതേപോലെ തന്നെ ഫിറ്റ്നസ്, ഇത്രയും കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നമ്മുടെ ഓർഗൻസ് എല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അതായത് നമ്മുടെ സിസ്റ്റംസ് എല്ലാം, നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള സിസ്റ്റംസ് ഉണ്ടല്ലോ. നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം ആണെങ്കിലും എക്സ്ക്രീറ്ററി സിസ്റ്റം ആണെങ്കിലും അതേപോലെ അങ്ങനെ എല്ലാ സിസ്റ്റങ്ങളും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഓർഗനും നല്ല രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഓർഗൻസ് എല്ലാം നന്നായി വർക്ക് ചെയ്താൽ നമ്മുടെ ഹോർമോൺ ബാലൻസ് അല്ലെ സെക്രീഷൻസ് കറക്റ്റായിട്ട് ആയിരിക്കും നടക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എല്ലാ 5 കാര്യങ്ങളും വന്നാൽ തന്നെ നമ്മുടെ ഹെൽത്ത്, നമുക്ക് ഓവറോൾ ഹെൽത്ത് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. പക്ഷേ ഇതിൻ്റെയൊക്കെ ആദ്യത്തെ ഒരു ബേസ്മെന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡീടോക്സിഫിക്കേഷൻ തന്നെയാണ്. കാരണം ഡീടോക്സിഫിക്കേഷൻ ചെയ്യുക എന്ന് പറയുന്നത് ടോക്സിൻസിനെ പുറത്തേക്ക് കളയുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ടോക്സിൻസിനെ പുറത്തേക്ക് കളയാൻ അല്ലെങ്കിൽ ഡീടോക്സിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു 5 പ്രോഡക്റ്റുകളാണ് നമ്മുടെ വെസ്റ്റീജ് കമ്പനി നമുക്ക് തരുന്നത് എന്ന് പറഞ്ഞു. അതില് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു സപ്ലിമെന്റ് എന്ന് പറയുന്നത് കുർക്കുമിൻ പ്ലസ്. അതിനെക്കുറിച്ച് അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. കാരണം അതിൽ മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ടാണ്
കുർക്കുമിൻ എന്ന് പറയുന്നത്. അപ്പോ ഈ കുർക്കുമിൻ നമുക്ക് പരിചയമുള്ള ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ മഞ്ഞള് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വസ്തുവാണ്. കാലങ്ങൾക്ക് പണ്ട് മുതലേ തന്നെ നമ്മൾ മഞ്ഞള് കറികളിൽ ഉപയോഗിക്കുന്നുണ്ട്. പല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. ആയുർവേദ മരുന്നുകളിലാണെങ്കിൽ മഞ്ഞൾ മിക്കവാറും ഒട്ടുമിക്ക ആയുർവേദ മരുന്നുകളിലും മഞ്ഞൾ അടങ്ങിയിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, അതില് അത്രയധികം ഗുണങ്ങൾ അതിനുണ്ട്. അതായത് അതിന് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, നല്ല ആന്റി ഓക്സിഡന്റ് ആണ്, ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ പണ്ട് മുതലേ തന്നെ മെഡിസിനൽ യൂസിന് വേണ്ടിയിട്ട് ആയുർവേദത്തില് മഞ്ഞള് ഉപയോഗിച്ചു വരുന്നുണ്ട്. അപ്പൊ ഇത് മാത്രല്ല, മെഡിസിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്കറിയാം പണ്ട് മുതലേ സ്ത്രീകള് മുഖത്ത് മഞ്ഞള് അരച്ച് തേക്കുന്ന ഒരു ശീലം സ്ത്രീകൾക്കുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടായിരിക്കണം? തീർച്ചയായിട്ടും നമ്മുടെ സ്കിന്നിനെ കണ്ടീഷൻ ചെയ്ത് നിർത്തുന്നതിന്, നല്ല രീതിയിൽ സ്കിന്നിനെ ഫ്രീ റാഡിക്കൽസിൽ നിന്നും രക്ഷിക്കുന്നതിന് ഈ മഞ്ഞൾ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പണ്ടുള്ളതിനേക്കാൾ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഡയറക്റ്റ് മഞ്ഞൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ മഞ്ഞൾ അടങ്ങിയ ഒരുപാട് കോസ്മെറ്റിക്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഫുഡ് ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ടും ഫുഡ് കളറിങ്, അങ്ങനെ പല മേഖലകളിലും മഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഇതിലെല്ലാം മഞ്ഞളിലെ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ കോമ്പൗണ്ടാണ് കുർക്കുമിൻ എന്ന് പറഞ്ഞു. അപ്പോ നമ്മൾ ഈ സപ്ലിമെന്റിനെ കുറിച്ച്, കുർക്കുമിൻ പ്ലസ് എന്ന് പറയുന്ന സപ്ലിമെന്റിനെ കുറിച്ച് ചിലരോട് സംസാരിക്കുമ്പോൾ ആദ്യം പറയുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഞങ്ങൾ സാധാരണ കറികളെ നന്നായി മഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട്, എന്നും ഞങ്ങൾ മഞ്ഞൾ ചേർത്ത കറികളാണ് ഉപയോഗിക്കുന്നത്, പിന്നെ എന്തിനാണ് കുർക്കുമിൻ? അത് തന്നെയല്ലേ കുർക്കുമിൻ, പിന്നെ എന്തിനാണ് അഡീഷണൽ ആയിട്ട് കുർക്കുമിൻ സപ്ലിമെന്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ മഞ്ഞളും കുർക്കുമിനും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ സാധാരണയായിട്ട് മഞ്ഞൾ എങ്ങനെയാണ് കറികളിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും അത് പറിച്ചെടുത്ത് കഴുകി പിന്നെ പുഴുങ്ങി ഉണക്കി പൊടിച്ചിട്ടാണ്, നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചിട്ടാണ് കറികളിൽ ഉപയോഗിക്കുന്നത്. അപ്പോ ഈ മഞ്ഞളിന്റെ കിഴങ്ങില് ഏകദേശം 2 മുതൽ 5% വരെ മാത്രമാണ് കുർക്കുമിൻ അടങ്ങിയിരിക്കുന്നത്. ഈ കുർക്കുമിൻ അടങ്ങിയ മഞ്ഞള് കഴുകി പുഴുങ്ങി വരുമ്പോഴേക്കും അതിന്റെ 3/4 നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ അത് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ടാവും. അപ്പോ അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിന്റെ അളവ് എത്രത്തോളമാണ് എന്ന് നമുക്ക് നോക്കാം. നമുക്കൊന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇനി കടയിൽ നിന്നാണ് നമ്മൾ പാക്കറ്റിൽ വരുന്ന ചില മഞ്ഞൾപ്പൊടി അല്ലാതെ മഞ്ഞപ്പൊടിയാണ്. അതായത് അങ്ങനെയുള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുർക്കുമിൻ കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് കെമിക്കൽസ് കൂടി നമ്മൾ കഴിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് ഈ കുർക്കുമിന്റെ ഗുണം നമുക്ക് എത്രത്തോളം കിട്ടുന്നുണ്ടാവും? അപ്പൊ തീർച്ചയായിട്ടും ഈ കുർക്കുമിനും മഞ്ഞൾപ്പൊടിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മുടെ ഡെയിലി യൂസിന് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ അളവിൽ കുർക്കുമിൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം കിലോ കണക്കിന് മഞ്ഞൾപ്പൊടി ദിവസം കഴിക്കേണ്ടി വരും. ഒരു സ്പൈസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഓക്കെ, നമ്മൾ കഴുകി ഉണക്കി നമ്മൾ തന്നെ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടി ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. ബട്ട് ഫോർ സ്പെസിഫിക് ഹെൽത്ത് ബെനിഫിറ്റ് അത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുർക്കുമിൻ തന്നെ കഴിച്ചിരിക്കണം. ഇനി എന്തെല്ലാമാണ് നമ്മുടെ കുർക്കുമിൻ പ്ലസ് എന്ന വെസ്റ്റേജ് സപ്ലിമെന്റിൽ അടങ്ങിയിരിക്കുന്ന എന്തെല്ലാം ഘടകങ്ങളാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു വന്ന കാര്യം തന്നെ കുർക്കുമിൻ തന്നെയാണ്. അപ്പൊ ആ കുർക്കുമിൻ എന്തുകൊണ്ടാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കുർക്കുമിൻ പ്ലസിൽ ഉൾപ്പെട്ടിരിക്കുന്നതിന് കാരണം അത് നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. അതേപോലെ തന്നെ നല്ലൊരു വേദന സംഹാരിയായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഈ കുർക്കുമിന് കഴിയും. അതേപോലെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. മിക്കവാറും നമ്മുടെ എല്ലാ അസുഖങ്ങൾക്കും കാരണം
ഹാർട്ട് അറ്റാക്കും സ്ട്രോക്ക് പോലെയുള്ള കാര്യങ്ങളും ഒക്കെ അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ആണ്. ഈ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഘടകമാണ് കുർക്കുമിൻ എന്ന് പറയുന്നത്. അതേപോലെ അതുകൊണ്ട് തന്നെ നമ്മുടെ കാർഡിയോ വാസ്കുലർ ഫങ്ഷൻ നല്ല രീതിയിൽ റെഡിയാക്കി കൊണ്ടുവരാനായിട്ട് ഈ കുർക്കുമിന് സാധിക്കും. അതേപോലെ ജോയിന്റ് ഹെൽത്തിനും ഫ്ലെക്സിബിലിറ്റിക്കും നമുക്ക് കുർക്കുമിൻ സഹായിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ സാധാരണ ജോയിന്റ് പെയിൻ ആയിട്ട് നമ്മളോട് പറയുന്നവർക്ക് തീർച്ചയായിട്ടും നമുക്ക് കുർക്കുമിൻ എന്നുള്ളത് ഒരു സജസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇനി അതോടൊപ്പം തന്നെ ഏറ്റവും ഇതില് അട്രാക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് ഇത് അബ്നോർമൽ ആയിട്ടുള്ള സെൽ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് കഴിവുള്ള വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ് നമ്മുടെ കുർക്കുമിൻ എന്ന് പറയുന്നത്. ഇത് ക്യാൻസർ പേഷ്യൻസിന് ഏറ്റവും കൂടുതൽ ഗുണപ്പെടുന്ന ഒരു സപ്ലിമെന്റ് ആയിട്ട് മാറുന്ന കുർക്കുമിൻ പ്ലസ് ആയിട്ട് മാറുന്നത് ഈ ഒരു പ്രോപ്പർട്ടി കൊണ്ടാണ്. ഇനി അതിൽ അടങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് അമ്ലയാണ്. അമ്ല എന്നാൽ നമുക്കറിയാം നെല്ലിക്ക നമുക്കറിയാം നല്ല ആന്റി ഓക്സിഡന്റുകൾ അതായത് വൈറ്റമിൻ സി എന്ന് റിച്ച് ആയിട്ടുള്ള ഒരു ഫലമാണ് അമ്ല എന്ന് പറയുന്നത്. അപ്പോ വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അത് ഫ്രീ റാഡിക്കലുകളെ ഇല്ലാതെയാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ആന്റി ഏജിങ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ അമ്ലയില്. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ ഘടകം കുർക്കുമിൻ പ്ലസിൽ അടങ്ങിയിരിക്കുന്ന മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് പൈപ്രിൻ ആണ്. പൈപ്രിൻ എന്ന് വെച്ചാൽ കുരുമുളകിന് എരിവ് നൽകുന്ന ആ ഘടകം, അതിനെയാണ് പൈപ്രിൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ കുർക്കുമിൻ പ്ലസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് പോഷകങ്ങളെ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യാനായിട്ട് അത് സഹായിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. മെറ്റബോളിസം വളരെ ഇംപ്രൂവ് ചെയ്യുന്നതിന് ഈ കുർക്കുമിനിലെ പൈപ്രിൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ മൂന്ന് ഘടകങ്ങളും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ കുർക്കുമിന്റെ ഗുണഫലങ്ങൾ എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്നാലും നമുക്ക് എന്തൊക്കെയാണ് കുർക്കുമിൻ പ്ലസിന്റെ ബെനിഫിറ്റുകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കഴിവുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സപ്ലിമെന്റുകളിൽ ഒന്നാണ് കുർക്കുമിൻ പ്ലസ്. നമ്മുടെ ആയുസാൻഡയില് നമുക്ക് ലിവർ ഹെൽത്ത് ഒക്കെ ഉണ്ട് എങ്കിൽ പോലും അതിനെ കൂടി സപ്പോർട്ട് ചെയ്യാൻ കൂടി കഴിയുന്ന ഒരു സപ്ലിമെന്റ് ആണ് കുർക്കുമിൻ പ്ലസ്. ലിവറിനെ ഫ്രീ റാഡിക്കൽ ഡാമേജിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ കുർക്കുമിൻ പ്ലസ് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതേപോലെ ആന്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റ് ലഭിക്കുന്നതിന് കുർക്കുമിൻ പ്ലസ് സഹായിക്കുന്നു. അതില് ഇപ്പൊ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് 2 തരത്തില് ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അതായത് താൽക്കാലികമായിട്ട് വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രം നീർക്കെട്ട് പോലെ ഉണ്ടാവുന്ന ഒരവസ്ഥ, അതേപോലെ ലോങ് ടൈമിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുക. ഈ 2 കാര്യങ്ങളിലും വളരെയധികം നന്നായിട്ട് ഈ ഇൻഫ്ലമേഷനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു നല്ലൊരു സപ്ലിമെന്റ് ആണ് നമ്മുടെ കുർക്കുമിൻ പ്ലസ് എന്ന് പറയുന്നത്. ഇതിന് ഇനി അടുത്തത് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആന്റി കാർസിനോജനിക് എഫക്റ്റ് അതിനുണ്ട് എന്നതാണ്. അതായത് ഈ ക്യാൻസർ പേഷ്യൻസിന് ക്യാൻസർ പേഷ്യൻസിന് മാത്രമല്ല, ക്യാൻസർ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ക്യാൻസർ രോഗം വരാതെ സൂക്ഷിക്കാനായിട്ട് താല്പര്യമുള്ളവർക്കും തീർച്ചയായിട്ടും ഇന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സപ്ലിമെന്റ് ആണ് നമ്മുടെ കുർക്കുമിൻ പ്ലസ്. കാരണം അത് ക്യാൻസറിന്റെ 3 സ്റ്റേജുകളിലും അത് വളരെയധികം നമുക്ക് ഹെൽപ്ഫുൾ ആണ്. അതായത് ട്യൂമർ പ്രൊമോഷന്റെ സമയത്ത്, അതേപോലെ ഈ അതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഒരു പക്ഷെ അങ്ങനെ ആണ്, ഈ ട്യൂമർ ഉണ്ടായി വരുന്ന ഒരു അവസ്ഥ അതിലും, അതേപോലെ തന്നെ പഴയ ബ്ലഡ് വെസൽസിൽ നിന്ന് പുതിയവ ഉണ്ടാവുന്ന ഒരു പ്രോസസ്സാണ് ആൻജിയോജെനിസിസ് എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയിൽ, അതേപോലെ തന്നെ ട്യൂമർ ഗ്രോത്ത് ആവുന്നത് 3rd സ്റ്റേജില്,
അതിലും അതായത് ശരിക്കും പറഞ്ഞാൽ ക്യാൻസറിനെ സ്പ്രെഡ് ചെയ്യിക്കാതെ ഇരിക്കാനായിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ് കുർക്കുമിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ആന്റി മൈക്രോബിയൽ എഫക്റ്റ് ഉള്ള ഒരു സപ്ലിമെന്റ് ആണ് കുർക്കുമിൻ പ്ലസ്. നമുക്കറിയാം നേരത്തെ പണ്ട് മുതലേ നമ്മള് ഈ മഞ്ഞള് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് എന്തെങ്കിലും മുറിവുണ്ടായാൽ ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് മഞ്ഞള് പുരട്ടാറുണ്ട്. പിന്നെ എന്തെങ്കിലും വിഷങ്ങള് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികൾ കടിക്കുകയൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഈ മഞ്ഞൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? അപ്പോ അതിന് പലതരത്തിലുള്ള പാരസൈറ്റുകള്, ഫംഗികൾ അങ്ങനെയുള്ളവയുടെ ഒക്കെ വളർച്ചയെ തടയാനായിട്ട് മഞ്ഞൾ കൊണ്ട് സാധിക്കുന്നുണ്ട്. ആ മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ എന്ന ഘടകം തന്നെയാണ് അതിനെതിരെ പൊരുതുന്നത്. അപ്പോൾ പിന്നെയുള്ളത് കാർഡിയോ വാസ്കുലർ എഫക്റ്റ് ആണ്. നമ്മുടെ കൊളസ്ട്രോള്, ട്രൈഗ്ലിസറൈഡ് ലെവലും ഒക്കെ കുറയ്ക്കുന്നതിന്, ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ കുറയ്ക്കുന്നതിന് ഈ കുർക്കുമിൻ പ്ലസ് സഹായിക്കുന്നുണ്ടാവും. ഇനി ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ എഫക്റ്റ്, അതായത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആ ഫുഡ് പോകുന്ന ആ ഒരു പാതയുണ്ടല്ലോ, ആ പാതയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ് കുർക്കുമിൻ പ്ലസ്. അതേപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. അത് നമുക്കറിയാം. മഞ്ഞൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഒരുപക്ഷെ കൊറോണ കാലത്തായിരിക്കണം അല്ലേ? അപ്പോൾ മഞ്ഞളിട്ട് വെള്ളം തിളപ്പിച്ചൊക്കെ നമ്മൾ കുടിച്ചൊരു കാലമുണ്ട്. അത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ്. ആന്റിബോഡീസിനെ കൂടുതൽ ഉണ്ടാക്കുന്നതിനും ഇമ്മ്യൂണിറ്റി കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ ഈ കുർക്കുമിൻ പ്ലസ് സഹായിക്കുന്നുണ്ട്. ഇനി എക്സസൈസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ഫിറ്റ്നസിന് വേണ്ടി ശ്രമിക്കുന്നവരാണ് എല്ലാവരും ജിമ്മില് പോകുന്നവരാണ് മിക്കവാറും എല്ലാവരും തന്നെ, അല്ലെങ്കിൽ എക്സസൈസുകൾ സ്ഥിരമായി ചെയ്യുന്നവരാണ്. നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ളവർ കൂടുതലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മസിൽസിന് ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ ആണ്. ഒരു ദിവസം ചെയ്തു വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്ക് പിന്നെ മടിയായിരിക്കും, കാരണം വേദന എടുക്കുന്നത് കൊണ്ട് തന്നെ അല്ലേ? അപ്പോ ആ ഒരു സമയത്ത് നമ്മളെ ആ മസിലിനുണ്ടാവുന്ന ഇൻഫ്ലമേഷനും വേദനയൊക്കെ കുറയ്ക്കുന്നതിന് നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരു സപ്ലിമെന്റ് ആണ് കുർക്കുമിൻ പ്ലസ്. പെട്ടെന്ന് തന്നെ മസിലിന്റെ ഇൻഫ്ലമേഷൻ, അത് വേദന തുടങ്ങിയ കാര്യങ്ങൾ കുറയ്ക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മുടക്കം കൂടാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാനും അല്ലെങ്കിൽ ആ പെർഫോമൻസ് വീണ്ടെടുക്കാനായിട്ട് ഈ കുർക്കുമിൻ പ്ലസ് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. ഇത് കൂടാതെ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ കൂടെ കുർക്കുമിൻ പ്ലസിന് ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് തരാനുണ്ട്. അതായത് കോഗ്നിറ്റീവ് ഫങ്ഷൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഓർമ്മശക്തിയും കൂട്ടുന്നതിന് കുർക്കുമിൻ പ്ലസ് സഹായിക്കും. അതെങ്ങനെയെന്ന് ചോദിച്ചാല് നമ്മുടെ ബ്രെയിൻ സെൽസിനെ പ്രൊട്ടക്ട് ചെയ്യും. അതായത് നമ്മുടെ അബ്നോർമൽ പ്രോട്ടീൻസിനെ ചിലതിനെ ബൈൻഡ് ചെയ്യും, ചിലതിനെ ഡിസോൾവ് ചെയ്യുന്നത് വഴി ബ്രെയിൻ സെൽസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ കുർക്കുമിൻ പ്ലസിന് സാധിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെപ്പോഴും സൗന്ദര്യം ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, പണ്ടേ നമ്മുടെ സ്ത്രീകള് മഞ്ഞൾ മുഖത്ത് പുരട്ടുന്ന എല്ലാ ദിവസവും മഞ്ഞൾ മുഖത്ത് പറ്റുന്ന ഒരു ശീലമുള്ളവരാണെന്ന് പറഞ്ഞു. ഇത് കുർക്കുമിൻ പ്ലസ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് അതിൻ്റെതായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതായത് സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഗ്ലോയിങ് സ്കിൻ തരുന്നതിനും അതേപോലെ തന്നെ ഫൈൻ ലൈൻസ് കുറയ്ക്കാനും റിങ്കിൾസ് കുറയ്ക്കാനും ഒക്കെ ഈ കുർക്കുമിൻ പ്ലസ് ഉപയോഗിക്കുന്നത് വഴി സാധിക്കുന്നുണ്ട്. അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി മൂഡ് ബാലൻസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് സാധിക്കുന്നു. അതേപോലെ നാച്ചുറൽ ആയിട്ട് വെയിറ്റ് ലോസിന് ശ്രമിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സപ്ലിമെന്റ് ആണ് കുർക്കുമിൻ പ്ലസ്. ഇത്രയും ഗുണങ്ങള് ഒരു
റഫായി പറഞ്ഞു പോവുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഉണ്ട്. ഇതിൽ ഏറ്റവും എനിക്ക് കുർക്കുമിൻ പ്ലസിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെച്ചം എന്ന് പറയുന്നത് അതിന് ആന്റി കാർസിനോജനിക് പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നത് തന്നെയാണ്. അത് അത്രയും നമുക്കറിയാം. ക്യാൻസറിന്റെ ബുദ്ധിമുട്ടുകളെ കൊണ്ട് നമ്മുടെ സമൂഹം എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഏറ്റവും അധികം നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സപ്ലിമെന്റ് ആണ് ഈ കുർക്കുമിൻ പ്ലസ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് ക്യാൻസർ രോഗികളിൽ ഈ കുർക്കുമിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. അതായത് ആന്റി പ്രോലിഫറേറ്റീവ് എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ, അതായത് വ്യാപനം കുറയ്ക്കുന്നതിന് ഈ അല്ലെങ്കിൽ വ്യാപനത്തിന് തടയിടുന്നതിന് കുർക്കുമിന് സാധിക്കുന്നു. അത് പലതരത്തിലുള്ള ഒരു ടൈപ്പ് ക്യാൻസറിനല്ല, പലതരത്തിലുള്ള ക്യാൻസറുകളെ അതിന്റെ വ്യാപനം തടയുന്നതിന് കുർക്കുമിൻ കൊണ്ട് കഴിയുന്നുണ്ട്. അതേപോലെ ഈ അവരുടെ ഈ ക്യാൻസർ ട്രീറ്റ്മെന്റിന് ഏറ്റവും അധികം ഉള്ള ഒരു കാര്യം കീമോതെറാപ്പിയാണ് അല്ലെ. കീമോതെറാപ്പി ചെയ്യുന്ന ഒരു സമയത്ത് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് അവർ അനുഭവിക്കേണ്ടി വരിക. അതിനെല്ലാം ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. കീമോ പ്രിവെന്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കുർക്കുമിൻ പ്ലസ്. അതുകൂടാണ്ട് കുർക്കുമിന്റെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ക്യാൻസറിന് കാരണമാവുന്ന ഘടകങ്ങളെ ഫസ്റ്റ് സ്റ്റേജ് തന്നെ അല്ലെങ്കിൽ ആ തുടക്കത്തിൽ തന്നെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ കുർക്കുമിൻ കഴിക്കുന്നത് കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ശീലമാക്കേണ്ട ഒരു സപ്ലിമെന്റ് ആണ് കുർക്കുമിൻ കുർക്കുമിൻ പ്ലസ് എന്ന് ഞാൻ പറയും. കാരണം നമുക്ക് ആർക്കും അറിയില്ല, നമ്മുടെ എല്ലാവരിലും ക്യാൻസർ സെല്ലുകൾ ഉണ്ടെന്നിരിക്കെ ഏത് സമയത്തും അത് അതിന്റെ ഗ്രോത്ത് കൂടുന്നല്ലോ അല്ലെങ്കിൽ സ്പ്രെഡിങ് ഉണ്ടാവാനും ഒക്കെ ഉള്ളൊരു സാധ്യതയിലൂടെയാണ് നമ്മളുടെ ഇന്നത്തെ എല്ലാവരും സമൂഹം മൊത്തത്തിൽ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ശീലമാക്കേണ്ട ഒരു സപ്ലിമെന്റ് ആണ് കുർക്കുമിൻ പ്ലസ് എന്ന് പറയാം. ഇനി കീമോതെറാപ്പി ചെയ്യുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അവർക്ക് ശരിക്കും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ, മുടി കൊഴിച്ചിൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ കീമോതെറാപ്പി എന്തിനാണ്? ഈ ചീത്ത സെല്ലുകളെ നശിപ്പിച്ച് കളയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കീമോതെറാപ്പി കൂടുതൽ എഫക്റ്റീവ് ആവാനും ഹെൽത്തി സെല്ലുകളെ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും സഹായിക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ് നമ്മുടെ കുർക്കുമിൻ പ്ലസ്. ട്യൂമറിന്റെ ഗ്രോത്തിനെ തടയാനും സ്പ്രെഡിങ് സ്ലോ ഡൗൺ ചെയ്യാനും ഈ കുർക്കുമിൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഹെൽത്തി ടിഷ്യൂസിലേക്ക് ക്യാൻസർ സെല്ലുകൾ കടന്നു ചെല്ലാതിരിക്കാനായിട്ടാണ് ഈ കുർക്കുമിൻ സഹായിക്കുന്നത്. എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ടോക്സിൻസിനെ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ടാവും. ഈ ക്യാൻസർ ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു, വിശപ്പില്ലായ്മ ഉണ്ടാവാം, മുടി കൊഴിച്ചിലുണ്ടാവും, ക്ഷീണം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അവർക്ക് ഒരു സപ്പോർട്ടായിട്ട് കുർക്കുമിൻ പ്ലസ് കൊടുക്കുന്നത് വഴി സ്പ്രെഡിങ് കുറയ്ക്കാനും അതേപോലെ പ്രിവെന്റീവായിട്ട് നമുക്ക്, അതായത് അതിന്റെ ഹൈ ഡോസിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസർ സെല്ലുകളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കൊന്നുകൊണ്ട് നോർമലായിട്ട് മാറ്റാനായിട്ട് കഴിയും. അത് കുർക്കുമിൻ പ്ലസ് എന്ന് പറയുന്ന ഇത്രയും ഗുണപ്രദമായിട്ടുള്ള ഈ സപ്ലിമെന്റ് നമ്മൾ സാധാരണ രീതിയിൽ, അതായത് ഒരു പ്രിവെന്റീവ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആഫ്റ്റർ ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്. 60 ക്യാപ്സ്യൂൾ ഉള്ള ഒരു ബോട്ടിലാണ് നമുക്കത് ലഭ്യമാവുന്നത്. അത് 2 ക്യാപ്സ്യൂൾ നമുക്ക് ഒരു ദിവസം കഴിക്കാം. ഫുഡിന് ശേഷം ഓരോന്ന് വീതം 2 നേരം കഴിക്കാവുന്നതാണ്. ഇനി അത് എന്തെങ്കിലും അസുഖത്തിന് വേണ്ടിയിട്ട്, അസുഖമുള്ളവർക്കാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ എണ്ണത്തിനും കോമ്പിനേഷനിലും ഒക്കെ വ്യത്യാസങ്ങളോട് കൂടിയാണ് നമ്മൾ അത് ഉപയോഗിക്കേണ്ടത്. ഇനി വെസ്റ്റീജിന്റെ ഡീടോക്സിഫിക്കേഷൻ റേഞ്ചിൽ വരുന്ന ആ രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗ്യാനോഡെർമയാണ്. ഗ്യാനോഡെർമ ലൂസിഡം എന്ന ഒരു കൂണിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സപ്ലിമെന്റ് ആണ് നമ്മുടെ വെസ്റ്റീജ് ഗ്യാനോഡെർമ. ആ ഗ്യാനോഡെർമ എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ട് അതിന്റെ
ഒരുപാട് ഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കി തരുന്നതാണ് എൻ്റെ പേര്. അതായത് ഗ്യാനോ എന്നാല് കൂൺ എന്നാണ് അർത്ഥം. ലൂസിഡം എന്നാൽ തിളക്കമുള്ളത് എന്നും ഡെർമ എന്നാൽ ചർമ്മം എന്നുമാണ് അതിന്റെ മീനിങ് വരുന്നത്. അപ്പോ ഈ വെസ്റ്റിജ് ഗാനോഡെർമ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഗാനോഡെർമ എന്ന് പറഞ്ഞ കൂണിനെ നമ്മൾ വിളിക്കുന്നത് കിങ് ഓഫ് ഹെർബ്സ് എന്നാണ്. ഇനി അത് നമ്മുടെ സെല്ലുകളെ, പുതിയ സെല്ലുകൾ ഉണ്ടാവുന്നതിനും കൂടുതൽ ഉണർവോടുകൂടി ഇരിക്കുന്നതിനും ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ്. ഫ്രീ റാഡിക്കലിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന്, നമ്മുടെ കോശങ്ങളെ ഫ്രീ റാഡിക്കലുകളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് പര്യാപ്തമായ ഒരു സപ്ലിമെന്റ് ആണ് നമ്മുടെ ഗാനോഡെർമ എന്ന് പറയുന്നത്. പവർഫുൾ ആയിട്ടൊരു ആന്റി ഓക്സിഡന്റ് ആണ്. അതേപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് വളരെയധികം നമ്മളെ സഹായിക്കുന്ന ഒരു സപ്ലിമെന്റ് കൂടിയാണ്. സാധാരണയായിട്ട് ഇതില് ഏകദേശം ഒരു 38,000-ലധികം കൂണുകൾ ഭൂമിയിൽ കാണപ്പെടുന്നുണ്ട്. പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് 2,000 എണ്ണം മാത്രമാണ് എഡിബിൾ ആയിട്ടുള്ളൂ. അതില് 600 എണ്ണത്തിന് ഏകദേശം 600 എണ്ണത്തിന് മെഡിസിനൽ വാല്യൂ ഉള്ള കൂണുകളാണ്. അതിലൊന്നാണ്, ഈ 600 കൂണുകളിൽ ഒന്നാണ്, മെഡിസിനൽ വാല്യൂ ഉള്ള കൂണുകളിൽ ഒന്നാണ് ഗാനോഡെർമ എന്ന ഒരു ചുവപ്പ് കളറുള്ള മരക്കൂണാണ് ഗാനോഡെർമ എന്ന് പറയുന്നത്. ഗാനോഡെർമയെ നമുക്ക് ഋഷി മഷ്റൂം എന്നൊക്കെ പല പേരുകളിൽ ഗാനോഡെർമ അറിയപ്പെടുന്നുണ്ട്. പോളിപൊറേഷ്യ കുടുംബത്തിൽപ്പെട്ട കൂണാണ് ഈ ഗാനോഡെർമ എന്ന് പറയുന്നത്. ഒരു പവർഫുൾ ഹെർബാണ്. അത് ഏകദേശം ഒരു 5,000 വർഷങ്ങൾക്ക് മുകളിലായി നമ്മൾ ഒരു ഔഷധമായിട്ട് ഉപയോഗിച്ചു വരുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഏകദേശം അതില് 400-ലധികം ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സീബക്തോണിലൊക്കെ 140 ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന അറിവ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ, അതായത് 400ഓളം ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ളതാണ് ഗാനോഡെർമയില്. ഇനി അതിലെ നല്ല ആൽക്കലോയിഡ്, പവർഫുൾ ആയിട്ടുള്ള ആൽക്കലോയിഡുകൾ അടങ്ങിയിരിക്കുന്നു. അതായത് നമ്മുടെ ശരീരത്തിനെ ആൽക്കലി സ്വഭാവത്തിൽ നിലനിർത്തുന്നതിന് കഴിയുന്ന ചവർപ്പ് രസത്തോട് കൂടിയിട്ടുള്ള വസ്തുക്കളെയാണ് ആൽക്കലോയിഡുകൾ എന്ന് നമുക്ക് പറയാൻ കഴിയുക. ഇനി അതിന് നമ്മൾ ഇതിനെ മരുന്നായിട്ട് കൂടി, തെറാപ്പിക്ക് വേണ്ടിയിട്ട്, ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇനി ഇതൊന്നും കൂടാണ്ട് അഡാപ്റ്റജൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് നമ്മുടെ ഗാനോഡെർമ വരുന്നത്. എന്ന് പറഞ്ഞാല് എന്താണ് അഡാപ്റ്റജൻ എന്ന് പറഞ്ഞാല് നോൺ ടോക്സിക് ആയിരിക്കണം. നമ്മൾ എത്ര ഉപയോഗിച്ചാലും അത് നമ്മുടെ ശരീരത്തിന് യാതൊരു തരത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാക്കാൻ പാടില്ല. ഇനി ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കരുത് ഇത് ഉപയോഗിക്കേണ്ടത്. അതായത് ഗാനോഡെർമ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുക, പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പല ഇപ്പൊ ഗാനോഡെർമ ചിലപ്പോൾ വയറിന്റെ പ്രശ്നങ്ങൾക്കും അതേപോലെ ചർമ്മത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഇന്ന ഓർഗനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല, നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഹെർബാണ് ഗാനോഡെർമ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓവറോൾ നോർമലൈസിങ് ഇഫക്റ്റ് അതിന് ഉണ്ടായിരിക്കണം. ഈ 3 റൂളുകൾ പാലിച്ചാൽ മാത്രമേ അതിനെ അഡാപ്റ്റജൻ എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലൊരു അഡാപ്റ്റജൻ നമ്മുടെ വെസ്റ്റീജ് കമ്പനി നമുക്ക് തരുന്നതിൽ ഏറ്റവും നല്ലൊരു അഡാപ്റ്റജൻ ആണ് ഈ ഗാനോഡെർമ എന്ന് പറയുന്നത്. അത് നമ്മുടെ അതിൽ എന്താണ് ലക്ഷ്യമാക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഡിസീസസിനെ, പലതരത്തിലുള്ള അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ കൂടി, ഈ 2 കാര്യങ്ങളാണ് ഗാനോഡെർമ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, എത്ര വർഷങ്ങൾ വേണമെങ്കിലും നമുക്ക് തുടർച്ചയായിട്ട് ഗാനോഡെർമ ഉപയോഗിക്കാൻ കഴിയും. എല്ലാത്തിനെയും സപ്പോർട്ട്, എന്തിന്റെ കൂടെ കൊടുത്താലും. ഇപ്പൊ നമ്മൾ പലപ്പോഴും പല കോമ്പിനേഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ. പലരുടെയും ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് നമ്മൾ പല കോമ്പിനേഷനുകളായിരിക്കും കൊടുക്കുക. എന്തിന്റെ കൂടെ കൊടുത്താലും, ഏത് കോമ്പിനേഷന്റെ കൂടെ കൊടുത്താലും കൊടുക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് ഈ ഗാനോഡെർമ എന്ന് പറയുന്നത്. അപ്പൊ ഈ അഡാപ്റ്റജൻ കാറ്റഗറി വരുന്ന കുറച്ച് കാര്യങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ തുളസി ഉണ്ട്,
അതേപോലെ നമ്മുടെ എനർജി ബൂസ്റ്ററിലുള്ള അർജുന, അതേപോലെ അലവര, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡാപ്റ്റജൻ എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. എന്തിന്റെ കൂടെ കൊടുത്താലും അത് ആ കൊടുക്കുന്നതിന്റെ എഫക്റ്റ് കൂടുതൽ നന്നാക്കിയെടുക്കും. അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങൾ, ഇനി ഗാനോഡെർമയിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഗാനോഡെർമയില് ട്രിറ്റർപീൻസ് എന്ന് പറയുന്ന ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട്. അതായത് അത് ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ ട്യൂമർ വരാതെ നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കുന്നതിന് ഈ ട്രിറ്റർപീൻസിന് സാധിക്കുന്നുണ്ട്. ഇനി അടുത്ത ഘടകം എന്ന് പറയുന്നത് ഗാനോഡറിക് എസൻസ് ആണ്. അത് സ്ട്രെസ് കുറയ്ക്കുന്നതിനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിനും സ്ലീപ്പിനെ വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നു. അപ്പോൾ ഈ ഉറക്കക്കുറവുള്ളവർക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്ലിമെന്റിൽ ഒന്നാണ് ഗാനോഡെർമ എന്ന് പറയുന്നത്. ഇനി ഇതിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു ഘടകം പോളിസാക്കറൈഡ്സ് ആണ്. അതായത് അതൊരു പോളിസാക്കറൈഡ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ബ്രെയിനിലെ ആവയവങ്ങളെ പെട്ടെന്ന് തന്നെ ഞരമ്പുകളിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്ന ഘടകമാണ് ഈ പോളിസാക്കറൈഡ്, അതായത് ഗാനോഡെർമയിൽ അടങ്ങിയിരിക്കുന്ന പോളിസാക്കറൈഡ്സ്. B12 ഒക്കെ നമുക്ക് സ്പിരുലിനയെ നമുക്ക് ഒരു അതിൽ പോളിസാക്കറൈഡ്സ് അടങ്ങിയിട്ടുണ്ട്. B12 പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള മെസ്സേജുകൾ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഗാനോഡെർമയിൽ പോളിസാക്കറൈഡുകൾ ബ്രെയിനിലെ ആവേഗങ്ങളെ പെട്ടെന്ന് വെയിനിലേക്ക് കൊടുക്കാനായിട്ട് സഹായിക്കുന്നു. പിന്നെ അഡിനോസിൻ എന്നുള്ളൊരു ഘടകം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ ഓക്സിജൻ സപ്ലൈ കൂടുതൽ കൊടുക്കാനായിട്ട് ഉണ്ടാവുന്നു. അപ്പോ ഈ അഡിനോസിൻ കൂടുതൽ കൊടുക്കുമ്പോൾ എന്താ അഡിനോസിൻ ഉള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് കൂടുതൽ എനർജി ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ കാർഡിയോ പ്രൊട്ടക്റ്റീവ് ആണ് ഗാനോഡെർമ. അതോടൊപ്പം ഓർഗാനിക് ജെർമേനിയം ജെർമേനിയം എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ആണ്, നമുക്കറിയാം. ഓർഗാനിക് ആയിട്ടുള്ള ജെർമേനിയം അടങ്ങിയിട്ടുള്ള ഓർഗാനിക് ജെർമേനിയം അടങ്ങിയ ഒരു സപ്ലിമെന്റ് ആണ് നമ്മുടെ ഗാനോഡെർമ എന്ന് പറയുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന്, അലർജി കുറയ്ക്കുന്നതിന്, നമ്മള് ശ്വാസം മുട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ, അലർജിക്കൊക്കെ നമ്മൾ ഏറ്റവും അധികം സജസ്റ്റ് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് കൂടിയാണ് ഗാനോഡെർമ. അതിന് കാരണമാവുന്നത് അതിലടങ്ങിയിരിക്കുന്ന ഓർഗാനിക് ജെർമേനിയാണ്. അലർജി, ആസ്മ, അതേപോലെ വാദം, അതായത് ആർത്രൈറ്റീസ് പോലെയുള്ള സന്ധിവാദം പോലെയുള്ള കാര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് ഗാനോഡെർമയിലെ ഓർഗാനിക് ജെർമേനിയത്തിന് സാധിക്കും. ഇനി ഇതിന് ഈ ബെനിഫിറ്റ്സ് എന്തെല്ലാമാണ്, നമ്മൾ ഈ ഗാനോഡെർമ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റുകളാണ് അതിൽ നിന്നും ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം. അതായത് ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞു, അതില് ഈ ഓക്സിജൻ സപ്ലൈ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിരിക്കും. ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യും. പിന്നെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കൂടും. ഇത് രണ്ടും ഉള്ളതുകൊണ്ട് നമുക്ക് എന്താ ഗുണം? സ്റ്റാമിന കൂടുതലുണ്ടാവും, അല്ലെ? അതായത് നമ്മുടെ എപ്പോഴും എനർജി കൂടുതലുണ്ടായിരിക്കും. പിന്നെ റിജുവിനേഷൻ, പുതിയ സെല്ലുകള് വേഗം വരാനായിട്ട് സഹായിക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ് നമ്മുടെ ഗാനോഡെർമ എന്ന് പറയുന്നത്. അതായത് ഈ വൈറ്റ് സെൽസ് ആണെങ്കിലും RBC ആണെന്നുണ്ടെങ്കിലും അതിനൊരു സമയമുണ്ട്, അല്ലെ? ഏകദേശം ഒരു 120-140 ദിവസങ്ങൾ കൊണ്ടാണ് നമ്മുടെ RBC പുതിയ സെല്ലുകൾ ഉണ്ടായി വരുന്നത്. അപ്പോൾ ഈ പുതിയ സെല്ലുകൾ ഉണ്ടായി വരുന്ന ഒരു സ്പീഡിന്, അല്ലെങ്കിൽ പുതിയ സെല്ലുകൾ ഉണ്ടായി വരുന്നതിന് കൂട്ടുന്നതിന്, റിജുവിനേറ്റ് ചെയ്യുന്നതിന് ഗാനോഡെർമ സഹായിക്കുന്നുണ്ട്. പിന്നെ ക്ലിയർ സ്കിൻ ഉണ്ടായിരിക്കും. ഡെർമ എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ചർമ്മമാണെന്ന് പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും ചർമ്മത്തിന് വളരെ ഗുണകരമായിട്ടുള്ള ഒരു സപ്ലിമെന്റ് തന്നെയാണ് നമ്മുടെ ഗാനോഡെർമ. നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിൻ തരാനായിട്ട് ഈ ഗാനോഡെർമയുടെ ഉപയോഗം കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ടാവും. ഈ ഡീടോക്സിഫിക്കേഷൻ, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡീടോക്സിഫിക്കേഷൻ സാധ്യമാവുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകളോ അങ്ങനെ എന്ത് അസുഖമാണെന്നുണ്ടെങ്കിലും ആ അസുഖത്തിനെ ഹീൽ ചെയ്യാനുള്ള ഒരു കഴിവ് കൊടുക്കാൻ
ഗാനോഡെർമയ്ക്ക് സാധിക്കും. ഹീലിംഗ് പവർ ഉള്ളതാണ്. ഇപ്പൊ എത്രയോ മാസങ്ങളായിട്ട് ചിലപ്പോൾ ഉണങ്ങാത്ത മുറിവുണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ കൂടെ അവർക്ക് കൊടുക്കുന്ന സപ്ലിമെന്റ്സിന്റെ കൂടെ നമ്മൾ ഗാനോഡെർമ കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആ മുറിവ് ഭേദമായി വരുന്നതിനുള്ള സ്പീഡ് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ഗാനോഡെർമയ്ക്ക് സാധിക്കും. ഇപ്പൊ ഈ വ്രണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മള് ഒരുപാട് വ്രണമായ എന്തെങ്കിലും മുറിവ് വ്രണമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഗാനോഡെർമ വെർജിൻ കോക്കനട്ട് ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് ഇട്ട് ആ വൂണ്ടിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ആഴത്തിലുള്ള മുറിവാണെന്നുണ്ടെങ്കിലും അത് എന്താ പറയാ, അത് നന്നായി ഹീൽ ചെയ്ത് വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി മെന്റൽ അലർട്ട്നെസ് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗാനോഡെർമ സഹായിക്കും. സ്ലീപ്പിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ. ചിലര് പരാതി പറയണമെങ്കിൽ ഒരു നല്ലൊരു ഉറക്കം കിട്ടുന്നില്ല, എത്ര ഉറങ്ങിയാലും ക്ഷീണാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അത് ഡീപ്പ് സ്ലീപ്പ് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പൊ ആ ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഗാനോഡെർമ ഉപയോഗിക്കാൻ കഴിയും. പിന്നെ അതേപോലെ കൂടുതൽ എനർജി ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ ഷുഗർ ഉള്ളവര്, ഡയബറ്റിക് പേഷ്യൻസിന് ഗാനോഡെർമ കഴിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ ഡയബറ്റീസ് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ഒരുപാട് ഡാമേജ് വരുത്തുന്ന ഒരു രോഗമാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്, അല്ലെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിന്റെ ഈ ഡയബറ്റീസ് കൊണ്ടുള്ള ഡാമേജിനെ കുറയ്ക്കുന്നതിന് ഗാനോഡെർമ സഹായിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ആക്കുന്നതിനും ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് ആണെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. ഞരമ്പുകൾക്ക് ഒരു ഉണർവ് നൽകുന്നതിന് സാധിക്കും. ഹോർമോൺ ബാലൻസുകൾ, അതായത് നമ്മുടെ തൈറോയ്ഡ് ബാലൻസ് ചെയ്യാനായിട്ട് TSHന്റെ അളവ് ക്രമീകരിക്കാനായിട്ട് ഈ ഗാനോഡെർമ വളരെയധികം സഹായിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഈ തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ ഉള്ള ആളുകൾക്ക് നമ്മൾ സീബക്തോണും ഫ്ലാക്സ് ഓയിലും ഗാനോഡെർമയും, അതിൻ്റെ ഒപ്പം ആണുങ്ങളാണെങ്കിൽ കോൻസൈൻ ക്യൂട്ടം കൊടുക്കുന്നുണ്ടാവും. അഥവാ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ശതാവരി കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഗാനോഡെർമ അതിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് ഹോർമോൺ ബാലൻസ് ആണ് അവിടെ ക്ലിയർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഹോർമോൺ ബാലൻസ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാനായിട്ട് ഗാനോഡെർമയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇനി ഗാനോഡെർമ ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കുന്നതാണ്. ഏത് ഹെൽത്ത് ഇഷ്യൂവിനും ഗാനോഡെർമ കൊടുക്കാം. അതോടൊപ്പം നമുക്ക് ഒരു കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കാൻ കഴിയുന്നതാണ് കൊളസ്ട്രം. കാരണം അത് ഇമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടാണ്. എന്ത് ഹെൽത്ത് ഇഷ്യൂവും അത് റിക്കവർ ആയി പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ ഇമ്മ്യൂണിറ്റിയെ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ഈ ഗാനോഡെർമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്തിന്റെ കൂടെ കൊടുത്താലും, ഏത് കോമ്പിനേഷന്റെ കൂടെ കൊടുത്താലും ആ കൊടുക്കുന്നതിന്റെ എഫക്റ്റ് കൂട്ടി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ കൊളസ്ട്രം നമ്മൾ ഗാനോഡെർമയുടെ കൂടെ കൊടുക്കുന്നതെങ്കിൽ, കൊളസ്ട്രം നമ്മൾ ഇത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ് കൊളസ്ട്രം. അപ്പോൾ അതിന്റെ പവറിനെ ഇരട്ടിയാക്കുന്നതിന് ഈ കൊളസ്ട്രത്തിന്റെ കൂടെ ഗാനോഡെർമ കൊടുക്കുമ്പോൾ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹീലിംഗ് പ്രോപ്പർട്ടി കൂടെ ഗാനോഡെർമയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹീലായി പോകുന്നതിന് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഗാനോഡെർമ നമുക്ക് 90 ക്യാപ്സ്യൂളുകളാണ് ഒരു ബോട്ടിൽ ഉണ്ടാവുക. അത് നമുക്ക് 3 ക്യാപ്സ്യൂൾ ഒരു ദിവസം കഴിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കഴിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെച്ചം എന്ന് പറയുന്നത് എന്താണ്, അത് എല്ലാവർക്കും, ഇപ്പൊ സ്ട്രെസ് ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഗുണപ്പെടുന്ന ഒരു സപ്ലിമെന്റ് ആണ്. ഇനി നമ്മുടെ ഫുഡ് പാച്ചിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഫുഡ് പാച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു കാര്യമാണ് ഫുഡ് പാച്ച് എന്ന് പറയുന്നത്. ഫുഡ് പാച്ച് ഒരിക്കലും ഉള്ളിൽ കഴിക്കാനുള്ള അല്ലല്ലോ. ഫുഡ് പാച്ച് എന്ന് വെച്ചാൽ കാലില് ഒട്ടിച്ചു വെക്കാനുള്ളത്. സ്കിന്നിലേക്ക് നമ്മുടെ ടോക്സിൻസ് വിയർപ്പിലൂടെ ടോക്സിൻസ് പുറന്തള്ളുന്നുണ്ട് നമുക്കറിയാം. നമ്മളെല്ലാവരും നമ്മള് പറയാറുണ്ട്, കൂടുതൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ടോക്സിൻസ് വിയർപ്പിലൂടെ പോകുന്നുണ്ട്. കൂടുതൽ വിയർപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ കൂടുതലും എക്സസൈസുകൾ ചെയ്യുന്നത്. ഒരു ബേസ് ലെവലിൽ മിക്കവാറും അങ്ങനെ ചിന്തിച്ചിട്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഡയബറ്റീസ് ഉള്ള ആളുകളൊക്കെ പറയണ കേൾക്കാം, നമ്മൾ വിയർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗർ ലെവൽ കുറയാറുണ്ട് എന്ന്. അപ്പോൾ അതിൽ ഒരു കാര്യം ഇല്ലാതില്ല. അതായത് നമ്മുടെ സ്കിന്ന്
വിയർക്കുമ്പോൾ സ്കിന്നിലൂടെ ടോക്സിൻസിനെ പുറന്തള്ളുന്നുണ്ട്. ഈ ഒരു മെച്ചം, അതായത് ടോക്സിൻസിനെ സ്കിന്നിലൂടെ പുറന്തള്ളാൻ കഴിയും എന്നുള്ള ഒരു എന്താ പറയുക, ഒരു മെച്ചത്തിനെ നമ്മൾ എടുത്തുകൊണ്ട് തന്നെയാണ് ഇതിൽ ഫുഡ് പാച്ച് എന്ന് പറയുന്ന സപ്ലിമെന്റ് പ്രവർത്തിക്കുന്നത്. അതായത് ശരീരത്തിൽ പല രീതിയിൽ ടോക്സിൻസ് എത്തുന്നുണ്ട്. അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെയും വെള്ളത്തിൽ കൂടെയും വായുവിലൂടെയും മാത്രമൊന്നുമല്ല. നമ്മൾ പല രോഗങ്ങൾക്കും വേണ്ടിയിട്ട് പല മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ വെൽനസ് ഇൻഡസ്ട്രിയും ഇൽനെസ് ഇൻഡസ്ട്രിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പല അസുഖങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ നല്ലതെന്ന് കരുതി കഴിക്കുന്ന പലതും നമ്മുടെ ശരീരത്തിന് ദോഷകരമാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇന്നല്ലെങ്കിൽ അത് നാളെ അത് ദോഷമായിട്ട് തന്നെ ഭവിക്കുന്നുണ്ടാവും. അപ്പോൾ സാധാരണ നാച്ചുറൽ ടോക്സിൻസിന് പുറമെ 400-ലധികം സിന്തറ്റിക് കെമിക്കൽസും മറ്റു മനുഷ്യനിർമ്മിത വിഷങ്ങളും നമ്മുടെ ശരീരത്തിൽ ദൈനംദിനം എത്തുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇതിനെ ഒഴിവാക്കുന്നത് എങ്ങനെ എന്നൊരു 24 വർഷത്തെ പഠനത്തിന്റെ ഫലമായിട്ട് ജാപ്പനീസ് കണ്ടെത്തിയ ഒരു ടെക്നോളജിയാണ് ഫുഡ് റിഫ്ലക്സോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശരീരത്തില് പല മരുന്നുകളിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് ടോക്സിൻസ് എത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അത് പല രീതിയിലാവാം. ഹെവി മെറ്റൽസ്, മെറ്റബോളിക് വേസ്റ്റ്, അതേപോലെ ടോക്സിൻസ്, മൈക്രോസ്കോപ്പിക് പാരസൈറ്റ്സ്, മ്യൂക്കസ് കെമിക്കൽസ്, അതേപോലെ സെല്ലുലൈറ്റ്സ്, അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. നാച്ചുറലായിട്ട് നീക്കം ചെയ്യാൻ ശരീരത്തിനെ സഹായിക്കുക എന്നുള്ള ഈ കാര്യങ്ങളെല്ലാം, ഹെവി മെറ്റൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെയൊക്കെ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഫുഡ് റിഫ്ലക്സോളജി എന്ന് പറയുന്ന ഈ സയന്റിഫിക് ആയിട്ടുള്ള ഇതിന്റെ പ്രത്യേകത. അതിന്റെ ലക്ഷ്യം അത് തന്നെയാണ്. ശരീരത്തിന്റെ ഹെൽത്തി ബാലൻസ് വീണ്ടെടുക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ചൈനീസ് മെഡിക്കൽ നോളജ് നമ്മുടെ അതിനനുസരിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാൽപാദത്തില് 60 അക്യുപങ്ചർ പോയിന്റ്സ് ഉണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരോടും പറയാറുണ്ട് നടക്കണമെന്ന്, അല്ലേ? അക്യുപങ്ചർ എന്നുള്ള ഒരു ചികിത്സാ മേഖല, അതില് നമ്മുടെ അക്യുപങ്ചർ പോയിന്റ്സിനെ കൂടുതൽ ഉത്തേജിപ്പിച്ചുകൊണ്ട് പല അസുഖങ്ങളും ഇല്ലാതെയാക്കുന്ന, മരുന്നില്ലാതെ തന്നെ ഇല്ലാതെയാക്കുന്ന ഒരു നല്ലൊരു എന്താ പറയാ, ട്രീറ്റ്മെന്റിന് നൽകുന്ന ഒരു ശാസ്ത്രശാഖ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നും ഒരു എനർജി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഫുഡ് റിഫ്ലക്സോളജിയിലൂടെ നമ്മുടെ ഫുഡ് പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാദത്തില് ഈ 60 പങ്ക്ചർ പോയിന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പാദത്തിന് നമ്മളെ സെക്കൻഡ് ഹേർട്ട് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. കാരണം നമ്മുടെ കാൽപാദം വരെ വന്നതിന് ശേഷമാണ് ബ്ലഡ് തിരിച്ച് ഹേർട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സെക്കൻഡ് ഹേർട്ട് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ കാലിലുള്ള അക്യുപങ്ചർ പോയിന്റിലൂടെ റിലീസ് ചെയ്യുന്ന ടോക്സിൻസിനെ വലിച്ചെടുക്കുന്നതിനാണ് നമ്മുടെ വെസ്റ്റീജ് തരുന്ന ഡീടോക്സ് ഫുഡ് പാച്ചസ് ഉപകരിക്കുക. അപ്പൊ വിയർക്കുമ്പോൾ നമ്മുടെ സ്കിന്നില് ഉണ്ടാവുന്ന വിയർക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലൂടെ ടോക്സിൻസ് പുറത്തു വരുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇതേ സംഗതി തന്നെ നമ്മുടെ കാൽപാദത്തിലും ഉണ്ടാവണമല്ലോ. ഈ കാലിനെ വിയർപ്പിച്ചുകൊണ്ട് അതിലേക്ക് ടോക്സിൻസിന്റെ ഫുഡ് പാച്ചിലേക്ക് ടോക്സിൻസിനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ നെറുകയിലും കാലിന്റെ ഉള്ളടിയിലും ഏറ്റവും എല്ലാ ഞരമ്പുകളും ഒന്ന് ചേരുന്ന ഒരു സ്ഥലമാണെന്ന്. അപ്പോൾ ഇതിലൂടെ ടോക്സിൻസിനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫുഡ് പാച്ചിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് നോക്കാം. അതില് ഏറ്റവും പ്രധാനപ്പെട്ടത് മോക്ചോ പൗഡർ ആണ്. അതായത് ഈ ചാർക്കോൾ എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, അല്ലേ? അപ്പൊ ചാർക്കോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പുക റിഫൈൻ ചെയ്യുമ്പോഴാണ് ഈ മോക്ചോ പൗഡർ ലഭിക്കുന്നത്. ചിലപ്പോൾ അത് റിഫൈൻ ചെയ്യാൻ, ആ റിഫൈൻമെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഏകദേശം മാസങ്ങൾ എടുക്കാം, ഒരുപക്ഷെ 1 വർഷം എടുത്തിട്ടൊക്കെ തന്നെയായിരിക്കും അത് റിഫൈൻ ചെയ്യുക. ഈ പുകയിനെ തണുപ്പിച്ചിട്ട് ദ്രാവക രൂപത്തിൽ ആക്കുന്നതാണ് മോക്ചോ പൗഡർ എന്ന് പറയുന്നത്.
ഇനി അത് കൂടാണ്ട് ചാമിലോൺ പ്ലാന്റ് ഉണ്ട്, യുക്കാലിപ്റ്റസ് ഉണ്ട്, അച്ചുരാന്തി റാഡിക്സ് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്, കാർഖാന സിനിക്ക എന്ന് പറയുന്ന സൈബീരിയൻ ജിൻസെങ്, അതൊക്കെ ഒരു വേരാണ് സൈബീരിയൻ ജിൻസെങ് എന്ന് പറഞ്ഞ, അഗാരിക്കസ് മഷ്റൂം, അങ്ങനെ പല ഹെർബ്സ് ചേർന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഡീടോക്സ് ഫുഡ് പാച്ച് എന്ന് പറയുന്നത്. ഇത് നമ്മൾക്ക് ഏത് ഫുഡ് സപ്ലിമെന്റ് കൊടുക്കുന്നതിന് മുമ്പും നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു പാക്കറ്റ് എങ്കിലും ഫുഡ് പാച്ച് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ആ സപ്ലിമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സപ്ലിമെന്റിന്റെ അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. അതിന് കാരണം വേറൊന്നുമല്ല, നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെ. അതായത് ഏത് അസുഖത്തിനും കാരണമാകുന്ന ആ ടോക്സിൻ അവിടെ കിടക്കുമ്പോൾ അതിനുള്ള അത് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റ് കിട്ടാനായിട്ട് കുറച്ച് താമസം എടുക്കും. അതേസമയം ഈ ഫുഡ് പാച്ച് കൊടുത്ത് ടോക്സിൻസ് റിമൂവ് ചെയ്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സപ്ലിമെന്റ്സ് അബ്സോർബ് ചെയ്യുന്നത് നമുക്ക് അതിന്റെ ശരിയായ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ടാവും. ഇനി ഈ സാധാരണ നമ്മൾ പറയാറുണ്ട് ഈ ഫുഡ് പല സപ്ലിമെന്റുകളും നമുക്ക് കിഡ്നി പേഷ്യൻസിനൊന്നും കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഡയാലിസിസ് പേഷ്യൻസിന് കൊടുക്കാൻ കഴിയില്ല. അതേസമയം ഈ ഡയാലിസിസ് ചെയ്യുന്നവർക്ക് നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഫുഡ് പാച്ച് എന്ന് പറയുന്നത്. കിഡ്നി ഫെയിലിയർ ആയവർക്ക് കിഡ്നി പ്രവർത്തിക്കാതിരിക്കുന്നതുകൊണ്ട് തന്നെ പല ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സ് അവിടെ പല കാര്യങ്ങളിലും നടക്കുന്നില്ല. അതിനെ ഈ കിഡ്നിക്ക് പകരം എന്ന് വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിൽ പോലും ഒട്ടുമിക്ക പ്രവർത്തനങ്ങൾ ഡീടോക്സിഫിക്കേഷൻ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് സഹായിക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ് നമ്മുടെ ഫുഡ് പാച്ച് എന്ന് പറയുന്നത്. അത് ഉള്ളിൽ കഴിക്കേണ്ടതില്ലാത്തത് കൊണ്ട് തന്നെ വളരെ സേഫ് ആയിട്ടുള്ള, കിഡ്നി പേഷ്യൻസിന് സേഫ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന, കിഡ്നി പേഷ്യൻസിന് മാത്രമല്ല എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഡീടോക്സിഫിക്കേഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഫുഡ് പാച്ച് എന്ന് പറയുന്നത്. ഫുഡ് പാച്ച് നമുക്ക് അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അതിന് കളറ് വെള്ള കളറായിരിക്കും അല്ലെ. അതിനുശേഷം ഉപയോഗിച്ചതിന് ശേഷം ഉള്ള കളർ റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കളറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം ടോക്സിൻ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത്. അത് കൂടുതൽ ഡാർക്ക് ഷെയ്ഡിലേക്ക് പോകുന്തോറും അത്രമാത്രം ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വോയിസ് ക്ലിയർ അല്ല സാറേ, ഇപ്പൊ കേൾക്കാമോ? ക്ലിയർ ക്ലിയർ. നല്ലപോലെ കേൾക്കാം. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത് എനിക്ക് വെസ്റ്റീജ് ഫൈബറിനെ കുറിച്ചാണ്. ഫൈബർ എന്നാൽ നമുക്കറിയാം നാരുകൾ അല്ലേ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നാരുകൾ അടങ്ങിയിരിക്കണം എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അത് എത്രത്തോളം നാരുകൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുന്നു നമ്മുടെ ദഹനം അത്രയും സ്മൂത്ത് ആവും എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ വെസ്റ്റേജ് ഫൈബറിൽ 3 തരത്തിലുള്ള നാച്ചുറൽ ഫൈബേഴ്സിന്റെ ബ്ലെൻഡ് ആണ്. നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾക്ക് എന്തുകൊണ്ട് എപ്പോഴും അതിന്റെ ഗുണം ഏറെ ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതില് ഈ 3 നാച്ചുറൽ ഫൈബേഴ്സ് ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കറി റൂട്ട് എക്സ്ട്രാക്ട്, അതേപോലെ മാൾട്ടോഡെക്സ്ട്രിൻ ആൻഡ് ഗുവർഗം, ഇത്രയും കാര്യങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതുകൂടാതെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എന്ത് കഴിക്കുമ്പോഴും അതിൽ കലറി എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇതിൽ വളരെ കുറഞ്ഞ കലോറി മാത്രമേ ഉള്ളൂ എന്ന് മാത്രമല്ല, അത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതേപോലെ ഇതില് നാച്ചുറൽ ആയിട്ടുള്ള സൊല്യൂബിൾ ഫൈബർ ആണ് അടങ്ങിയിരിക്കുന്നത്. വെയിറ്റ് മാനേജ്മെന്റിന് വളരെയധികം സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് നമ്മുടെ വെസ്റ്റീജ് ഫൈബർ. അന്നവത്തിലൂടെ ഈ ഫുഡ് പോകുമ്പോഴേ അതിന് മുമ്പ് നമ്മൾ ഫൈബർ എപ്പോഴും മുന്നേ കഴിക്കുക. അപ്പോൾ ആ ഫൈബർ ഒരു ജെല്ല് പോലെയാവും. ഈ ജെല്ലിലൂടെ നമ്മുടെ ഭക്ഷണം സുഖമായിട്ട് തെന്നി നീങ്ങുകയും ആ ന്യൂട്രിയൻസിന്
കുടലിലൂടെ അബ്സോർബ് ചെയ്യുകയും ചെയ്യും. വേസ്റ്റിനെ ഈ ജെല്ലിന്റെ സഹായത്തോടു കൂടി തള്ളി മലമായിട്ട് പുറത്തു പോവുകയും ചെയ്യും. അപ്പൊ ഈ എന്താ പറയാ, ഈ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് നമ്മുടെ വെസ്റ്റീജ് ഫൈബർ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഫൈബർ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ധാരാളം വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം. കാരണം ഈ ഫൈബറിനെ ജെൽ ഫോമിൽ നിലനിർത്താനായിട്ട് വെള്ളം നല്ല രീതിയിൽ തന്നെ ആവശ്യമുണ്ട്. നമ്മൾ ഒരു ഗ്ലാസ് വാം വാട്ടറിൽ ഒരു 10 ഗ്രാം എംറ്റി സ്റ്റൊമക്കിലാണ് ഒരു ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ്, ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണം. ഇനി രാവിലെയും ഉച്ചയ്ക്കുമാണ് ഏറ്റവും നല്ലത് ഫൈബർ കഴിക്കാൻ. കാരണം നമ്മൾ രാത്രി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെള്ളം കൂടി ഉറപ്പാക്കാനായിട്ട് നമുക്ക് പറ്റില്ല, നമ്മൾ കിടന്നുറങ്ങി പോവില്ലേ. അപ്പൊ ഈ വെള്ളം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഫൈബറിന്റെ കാര്യത്തില്. അപ്പൊ പൈൽസിന് നമുക്ക് സാധാരണ സപ്ലിമെന്റ് ഒന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷേ പൈൽസിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് ഈ കോംബയോട്ടിക്സും അലോവേരയും ഫൈബർ ഈ മൂന്നും ഒരു കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈൽസ് പേഷ്യൻസിന് വളരെയധികം ആശ്വാസമാവുന്നതാണ്. ഇത് ഡയബറ്റിക് പേഷ്യൻസിന് ഫൈബർ കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു കാര്യം, പെട്ടെന്ന് തന്നെ വയറ് നിറഞ്ഞൊരു ഫീൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും, എനർജി കിട്ടും. പിന്നെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കില്ല. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ബ്ലഡിലേക്ക് ഗ്ലൂക്കോസ് പമ്പ് ചെയ്യുന്ന ആ ഒരു അവസ്ഥ, ബ്ലഡിൽ ഗ്ലൂക്കോസ് പീക്ക് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല, ദഹനത്തിന് സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ. പിന്നെ അതുകൂടാണ്ട് ഈ വെയിറ്റ് ലോസിന് ഫൈബർ വളരെയധികം സഹായിക്കുന്നു. കാരണം അമിത ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റില്ല. ആദ്യമേ ഫൈബർ പോയിട്ട് അത് ഒരു ഫില്ലിംഗ് എഫക്റ്റ് നമ്മുടെ വയറിൽ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ. ഇനി അടുത്ത ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഐ സപ്പോർട്ടാണ്. ആ പ്രോഡക്റ്റിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കണ്ണുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ കണ്ണുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഏതൊരാൾക്കും കണ്ണുകളില്ലാത്തൊരവസ്ഥ നമുക്ക് ആലോചിക്കാനേ പറ്റില്ല. പക്ഷെ ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്താന്ന് വെച്ചാല് നമ്മൾ കണ്ണുകൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് കണ്ണ്. അതിന്റെ കാഴ്ചശക്തിക്ക് എന്തെങ്കിലും ഒരു കോട്ടം നേരിടുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാവുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങുക. അപ്പോൾ ചില കണ്ണിന് ഉണ്ടാവുന്ന രോഗങ്ങൾ പലതിനും എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാർണിംഗ് സൈൻസ് ഒന്നും ഉണ്ടാവില്ല. അത് എക്സാമ്പിൾ ഗ്ലോക്കോമ, ഡയബറ്റിക് ഐ ഡിസീസ്, അതുപോലെ ഏജിൽ റിലേറ്റഡ് മാക്കുല ഡീജനറേഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ മുന്നേ ഒന്നും സിംറ്റംസ് ഒന്നും നമുക്ക് ഉണ്ടായെന്ന് വരില്ല. ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേർന്നതിന് ശേഷം മാത്രമേ ചിലപ്പോൾ നമ്മൾ അതറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ കണ്ണിനെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതില് നമ്മുടെ വെസ്റ്റീജ് ഐ സപ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്ന ഘടകം എന്ന് പറയുന്ന മാരിഗോൾഡ്, ബിൽബറി എക്സ്ട്രാക്ട്, ഈ 2 കാര്യങ്ങളാണ്. അതായത് ഒരു പൂവും ഒരു പഴവുമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഈ ഇതിൽ അടങ്ങിയിരിക്കുന്ന ല്യൂട്ടിനും സിയാസെന്തിനും ഒക്കെ നമ്മുടെ കണ്ണുകളുടെ കാഴ്ചശക്തി ഇമ്പ്രൂവ് ചെയ്യുന്നതിനും, നൈറ്റ് വിഷൻ, അതായത് രാത്രിയിൽ ചിലർക്ക് കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനും, കണ്ണുകൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ പലർക്കും പല രീതിയിലുള്ള കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് കണ്ണിന്ന് എപ്പോഴും കൂടുതൽ സ്ട്രെയിൻ കൊടുക്കുമ്പോഴത്തേനും വെള്ളം വരിക, പുളിപ്പ് തോന്നുക, രാത്രി ഡ്രൈവ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, കണ്ണ് ചുവന്നു വരിക, കണ്ണിന് ഇറിറ്റേഷൻ, അങ്ങനെ പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകൾ, കണ്ണിന് അലർജി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഇതിനെല്ലാം ഒരു പരിഹാരമാണ് നമ്മുടെ ഐ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കുറെ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കണ്ണിനെ ആരോഗ്യത്തോടു കൂടി നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതായത് TV, ലാപ്ടോപ്പ്, അങ്ങനെയുള്ള ഫോൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കാതെ, അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ റെസ്റ്റ് കൊടുത്തുകൊണ്ട്, അതായത് 20 മിനിറ്റ് കൂടുമ്പോഴെങ്കിലും ഒരു ബ്രേക്ക് എടുത്തുകൊണ്ട് നമ്മൾ കണ്ണിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ വേണം നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാൻ വേണ്ടിയിട്ട്.
അതേപോലെ ചിലർക്ക് ചില അസുഖത്തിന്റെ ഭാഗമായിട്ട് മെഡിസിൻ കഴിക്കുന്നത് കൊണ്ടൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഡയബറ്റിക് റെറ്റിനോപ്പതി. അതേപോലെ കുട്ടികളിൽ ഇപ്പൊ ഇന്നത്തെ കുട്ടികളുടെ കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും ഭക്ഷണം കഴിക്കുന്നതിന് മടിയുള്ള കൂട്ടത്തിലാണ്. അതായത് പച്ചക്കറികളോ പഴങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും, ഇലക്കറികളൊക്കെ കഴിക്കാൻ വളരെ മടിയുള്ള കുട്ടികളാണ് ഇന്നുള്ളത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും വൈറ്റമിൻ എയുടെ ഒക്കെ കുറവ് നല്ല രീതിയിൽ തന്നെ ഉണ്ടാകാം. പിന്നെ ചിലർക്ക് ഏജ് കൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതേപോലെ ചില കാലാവസ്ഥാ വ്യതിയാനം മൂലം ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ആ ചുറ്റുപാടിലുള്ള വ്യത്യാസം കൊണ്ടൊക്കെ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാവാം കണ്ണിന്. അപ്പൊ ഇതിനൊക്കെ ഒഴിവാക്കുന്നതിന് അല്ലെങ്കിൽ തടയിടുന്നതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സപ്ലിമെന്റ് ആണ് വെസ്റ്റീജ് ഐ സപ്പോർട്ട് എന്ന് പറയുന്നത്. അതിലെ മാരിഗോൾഡ് ഫ്ലവർ, അതായത് നമ്മുടെ ജമന്തി പൂവ് ഉള്ളത് കൊണ്ട് എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ കണ്ണിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിനും ഫ്രീ റാഡിക്കൽ ഡാമേജിനെ ഒഴിവാക്കുന്നതിനും കൺജക്റ്റിവിറ്റീസ് എന്ന് പറയുന്ന ഒരവസ്ഥയെ ഒഴിവാക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ ബിൽബറി ഫ്രൂട്ട്, അത് നല്ല ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഐസൈറ്റ് ഇംപ്രൂവ് ചെയ്യുന്നതിനും ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള മാക്യുലർ ഡീജനറേഷൻ ഒഴിവാക്കുന്നതിന് സാധിക്കും. നമ്മുടെ കണ്ണിന്റെ ഉള്ളിലെ ല്യൂട്ടിൻ, സിയാസാന്തിൻ തുടങ്ങിയ ആന്റി ഓക്സിഡൻസ് ഉണ്ട്. പക്ഷെ അത് നമ്മുടെ ശരീരത്തിന് അത് ആവശ്യമുണ്ടെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൽ അത് ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പൊ അത് സ്വയം പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് പുറത്തുനിന്ന് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ പുറത്തുനിന്ന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പുറത്തുനിന്ന് കൊടുക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന്റെ ഫ്രീ റാഡിക്കലുകളിൽ നിന്നും അതേപോലെ തന്നെ റെറ്റിനൽ ഡാമേജുകളിൽ നിന്നും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും ഒക്കെ കണ്ണിനെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പൊ അത് കൂടാണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും കൂടാണ്ട് നമ്മളെല്ലാവരും വെയിലത്ത് ധാരാളമായി യാത്ര ചെയ്യുന്നവരാണ്. കൂടുതലും ടൂ വീലറും കാര്യങ്ങളൊക്കെ ഓടിക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നേരെ സൂര്യപ്രകാശത്തിലേക്ക് നോക്കുന്ന സമയത്ത് അതിലെ സൂര്യപ്രകാശത്തിലെ UV റേസ് നമ്മുടെ കണ്ണിന് വളരെയധികം ഡാമേജ് വരുത്തുന്നുണ്ട്. ഡിം ലൈറ്റിലും അതേപോലെ ഗ്ലെയർ പ്രോബ്ലം ഉള്ളിടത്തും ഒക്കെ നമുക്ക് കാഴ്ചശക്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ നമ്മുടെ ഈ വെസ്റ്റീജ് ഐ സപ്പോർട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതിന് കാരണം അതിലടങ്ങിയിരിക്കുന്ന ല്യൂട്ടിനും സിയാസാന്തിനുമാണ്. ഈ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഐ ഡിസീസിനെ തടുക്കാൻ ഈ ബിൽബറി എക്സ്ട്രാക്ട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ബിൽബറിക്ക് സാധിക്കും. അപ്പോൾ ഈ ഐ സപ്പോർട്ടിന്റെ കൂടെ നമുക്ക് ഒരു കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കാൻ കഴിയുന്ന പ്രൊഡക്റ്റുകളാണ് ടോക്സ് ക്ലീൻ, വൈറ്റർ കോംപ്ലക്സ് തുടങ്ങിയ കാര്യങ്ങൾ. അത് അഡൾട്ടിനാണ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യാൻ കഴിയുക. കാരണം ഈ ടോക്സ് ക്ലീൻ, വൈറ്റർ കോംപ്ലക്സ് പോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ അത് മൾട്ടിപ്പിൾ ഹെർബ്സിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അത് കുറച്ചുകൂടി വീര്യം കൂടുതലുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് അത് അത്ര നമുക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതിന് അഡൾട്ടിന് ഏറ്റവും നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുന്ന കോമ്പിനേഷനാണ് ഐ സപ്പോർട്ട്, ടോക്സ് ക്ലീൻ, വൈറ്റർ കോംപ്ലക്സ് തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ അപ്പൊ നമുക്ക് കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയും? അതായത് നമുക്കറിയാം ക്രില്ല് ഓയില് നമ്മുടെ കാഴ്ചശക്തിയെ വളരെയധികം ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്, കണ്ണിന് നല്ലതാണെന്ന് നമുക്കറിയാം. അതേപോലെ സ്പിരുലിന, ആംല, ഗാനോഡെർമ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. ഇനി എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ചില ആളുകൾക്ക് കളർ തിരിച്ചറിയുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? കളർ ബ്ലൈൻഡ്നെസ് എന്നൊക്കെ പറയും. അത് തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയുന്ന വേറൊരു എന്ന് പറഞ്ഞാല് ഫ്ലാക്സ് ഓയിലാണ്. ഈ ഐ സപ്പോർട്ടിന്റെ കൂടെ ഫ്ലാക്സ് ഓയിലും കൂടെ കൊടുക്കാൻ കഴിയും. അപ്പോൾ ഐ സപ്പോർട്ട് കഴിക്കുമ്പോൾ ചിലർക്കെങ്കിലും ഗ്യാസ് പ്രോബ്ലം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഫ്ലാക്സ് ഓയിൽ കഴിക്കുമ്പോഴൊക്കെ അതേപോലെ ക്രില്ല് ഓയിൽ കഴിക്കുമ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട് അത് വിത്ത് ഫുഡ് കഴിക്കാൻ പറയാറുണ്ട്. അത് ഗ്യാസ് പ്രോബ്ലം ഒഴിവാക്കുന്നതിനാണ്. അതേ ടെക്നിക്ക് തന്നെ ഇവിടെ ഉപയോഗിക്കുക. ഐ സപ്പോർട്ട് ഫുഡിന്റെ കൂടെ തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ഈ ഗ്യാസ് പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ
ഡീടോക്സ് ആൻഡ് റിജുവിനേഷൻ പ്രോഡക്റ്റുകൾ തരുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സ്ഥിരമായി ഉപയോഗിക്കാൻ കഴിയുന്ന പ്രോഡക്റ്റുകളാണ്. എല്ലാം തന്നെ നമ്മുടെ ആരോഗ്യത്തിനെ നന്നായി കൊണ്ടുപോകാൻ നമ്മൾ ബേസ്മെന്റ് ഇട്ട് കൊടുക്കേണ്ട പ്രോഡക്റ്റുകൾ. അതായത് ഈ നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. നമ്മൾ വേറെ എന്ത് കഴിച്ചിട്ടും കുറെ ചെളിയിലേക്ക് കൊണ്ടുപോയി പാലൊഴിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നതുപോലെ നല്ല ആരോഗ്യം നമ്മുടെ കൈകളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും അതിന് കഴിയട്ടെ. ഈ പ്രോഡക്റ്റ് ഇന്നത്തെ സെഷൻ കൊണ്ട് കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സുബി മാം. എക്സലന്റ് സെഷൻ. മാം അവസാനം പറഞ്ഞ പോലെ ചെളിയിൽ കൊണ്ട് പാലൊഴിച്ചിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, സോ നമ്മുടെ ശരീരത്തിനെ ആദ്യം ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ക്ലെൻസ്ഡ് ആയിട്ടുള്ള ബോഡിയിൽ പിന്നെ ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫലപ്രദമായിട്ട് നമുക്ക് പ്രയോജനപ്പെടും. നമ്മളെ പൈസയും നമ്മുടെ ആ എഫർട്ടും കൃത്യമായിട്ട് പ്രയോജനപ്പെടും. അപ്പൊ അത് വളരെ ഗംഭീരമായിട്ട് വിശദമായിട്ട് തന്നെ ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയോടുകൂടി തന്നെ വിശദീകരിച്ചു. താങ്ക് യു സോ മച്ച്. ഇനി ഇതുപോലുള്ള സെഷൻസ് ആയിട്ട് വീണ്ടും വരണമെന്നൊരു അഭ്യർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ആൻഡ് വിഷ് യു വെൽ. ഗുഡ് നൈറ്റ്. താങ്ക് യു.